KSU മുഖ്യമന്ത്രി തർക്കത്തിനിടെ അലോഷ്യസ് സേവറിനെ പ്രശംസിച്ച് VM സുധീരൻ. അലോഷ്യസ് ആരുടെ മുന്നിലും നിലപാട് വ്യക്തമാക്കാൻ ധൈര്യമുള്ളയാളാണെന്ന് സുധീരൻ പുകഴ്ത്തി. അലോഷ്യസ് സേവിയർ ഇവിടെ KSUവിനെ നയിക്കുന്നു. ആരുടെ മുമ്പിലും നിലപാടുകൾ വ്യക്തമാക്കാനുള്ള ആർജവം, അതാണ് കേരള വിദ്യാർത്ഥി യൂണിയന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ആർജവമായി തുടർന്നു പോവുക. ഇടയ്ക്ക് ചില പ്രയാസങ്ങളൊക്കെ വരും, അതൊന്നും അത്ര ഗൗരവമായി എടുക്കരുത്. അതൊന്നും ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ചാ വിഷയമേ അല്ല. അതൊക്കെ സ്വാഭാവികമാണ്, അതിന്റെ പ്രവർത്തന രീതി മാത്രമാണ്. പക്ഷേ ക്ഷമാപൂർവ്വം കാര്യങ്ങൾ ശ്രമിക്കുക, പരിഹാരമുണ്ടാകാൻ ശ്രമിക്കുക. പരിഹാരമുണ്ടായില്ലെങ്കിൽ ക്ഷമാപൂർവ്വം അത് ഉൾക്കൊള്ളുക, അതിനുവേണ്ടി അതിൻ്റെതായ തലത്തിൽ പ്രവർത്തിക്കുക. ആ കേരള വിദ്യാർത്ഥി യൂണിയനും യൂത്ത് കോൺഗ്രസും നടത്തിയ ആ പ്രവർത്തന പശ്ചാത്തലം, അത് കേരളത്തിലെ, ഇന്ത്യയിലെ തലമുറകൾക്ക് ഒരു മാതൃകയായിരുന്നു. ആ മാതൃകയുടെ ചുവടുപിടിച്ച് പഴയകാല പ്രതാപത്തിലേക്ക് KSU യൂത്ത് കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാൻ ഇന്ന് KSU യൂത്ത് കോൺഗ്രസ് ഇടക്കാലത്തുണ്ടായ അല്പം ക്ഷീണം മാറി വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് കടന്നുവരുന്നൊരു കാലഘട്ടത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ, അത് കേരളത്തിലെ കോൺഗ്രസിന്. KPCC ആസ്ഥാനത്തെ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിലാണ് VM സുധീരന്റെ പ്രതികരണം. സുനിഷ ഈലൂർ വിവരങ്ങളുമായ. സുനിഷ, അല്പം മുമ്പ് അലോഷ്യസിന് അവിടെ ഒരു കസേര വേദിയിൽ കിട്ടാത്ത വാർത്ത സുനിഷ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനുശേഷം കസേര ഒരുക്കിക്കൊടുത്തു, മറ്റൊരു നേതാവ് കസേര ഒഴിഞ്ഞുകൊടുത്തു. ഇപ്പോൾ VM സുധീരന്റെ പ്രസംഗം അലോഷ്യസിനെ പുകഴ്ത്തിക്കൊണ്ടാണ്. തന്റെ ഒരു പിൻഗാമിയെ അലോഷ്യസിൽ കാണുകയാണോ VM സുധീരൻ? സ്മൃതി, അങ്ങനെ വീടി വേണം വായിക്കാൻ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് നമുക്കറിയാം, ഈ KSUവിന്റെയും മുഖ്യമന്ത്രിയും തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അലോഷ്യസ് സേവിയറിനെ പുകഴ്ത്തിക്കൊണ്ട് ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് പരോക്ഷമായ ഒരു മറുപടി VM സുധീരൻ നൽകുന്നത് എന്നുള്ളതാണ്. അനുസ്മരണ പരിപാടിയിലെ ഉദ്ഘാടന ചടങ്ങിൽ ഉദ്ഘാടന പ്രസംഗത്തിന്റെ അവസാനമാണ് അദ്ദേഹം അലോഷ്യസ് സേവിയറിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് എന്നുള്ളതാണ്. അലോഷ്യസ് ആരുടെ മുന്നിലും നിലപാട് വ്യക്തമാക്കാൻ ധൈര്യമുള്ളയാൾ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ അലോഷ്യസ് സേവിയറിനെ വേദിയിൽ വിളിച്ചു വരുത്തിക്കൊണ്ടായിരുന്നു VM സുധീരൻ ഇത്തരം പ്രശംസ അറിയിച്ചത് എന്നുള്ളത് തന്നെയാണ്. എന്ത് കാര്യത്തിലും ആർജവത്തോടെ നിലപാട് പറയുന്ന KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് അലോഷ്യസ് സേവിയർ എന്നും ഇപ്പോൾ നടക്കുന്ന KSUവിന്റെ ചില പ്രശ്നങ്ങൾ, KSU മുഖ്യമന്ത്രിയുമായുള്ള ചില പ്രശ്നങ്ങൾ അടക്കം അദ്ദേഹം പരോക്ഷമായി ചൂണ്ടിക്കാണിക്കുന്നു. താൽക്കാലികമായ ചില ബുദ്ധിമുട്ടുകൾ മാത്രമാണ്, അത് ധൈര്യമായി തന്നെ മുന്നോട്ട് പോകണം. പ്രശ്നം പരിഹരിക്കാൻ സ്വാഭാവികമായും ചർച്ചകൾ അനിവാര്യമാണ്. പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ അത് ഉൾക്കൊള്ളാൻ കൂടി കഴിയേണ്ടതുണ്ട് എന്നതടക്കമുള്ള ഉപദേശങ്ങൾ കൂടി ഇന്ന് VM സുധീരൻ ഈ വേദിയിൽ വെച്ച് നൽകുന്നു എന്നത് തന്നെയാണ്. സ്വാഭാവികമായും സ്മൃതി പറഞ്ഞതുപോലെ ഒരുപക്ഷെ തന്റെ പിൻഗാമിയെ കാണുന്നു എന്നുള്ളത് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം മദ്യനയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ ശക്തമായി രംഗത്തെത്തിയ, പരസ്യ പ്രതിഷേധം തന്നെ നടത്തിയ ഒരാളാണ് VM സുധീരൻ. പക്ഷേ സ്വാഭാവികമായും അദ്ദേഹം ഉയർത്തിക്കാട്ടിയ പല വിഷയങ്ങൾക്കും പരിഹാരമുണ്ടായിട്ടില്ല. പക്ഷേ അത് ഉൾക്കൊള്ളുക മാത്രമാണ് വഴിയുള്ളൂ എന്നുള്ളതാണ്. ഒരുപക്ഷെ KSUവിനും അത്തരമൊരു കാര്യം കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നു. നിലവിൽ ചില ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാകും, അത് പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പരിഹരിച്ചില്ല എങ്കിൽ അത് ഉൾക്കൊള്ളേണ്ടത് കൂടിയുണ്ട് എന്ന് പറയുമ്പോഴും അലോഷ്യസ് സേവിയറിനെ അഭിനന്ദിക്കുന്നു. നിലപാട് ആരുടെ മുന്നിലും നിലപാട് ധൈര്യത്തോടെ വ്യക്തമാക്കി എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും മുഖ്യമന്ത്രിക്ക് പരോക്ഷമായി മറുപടി നൽകുന്നു ഇതിലൂടെ എന്നുകൂടി വേണം മനസ്സിലാക്കാൻ. സ്മൃതി, ശരി. സുനിഷ ഈലൂരാണ് വിവരങ്ങൾ.